നെൽവയൽ നികത്തിയ ഭൂമിയിലെ 3000 അടിയിലധികം വരുന്ന നിർമ്മാണങ്ങൾക്ക് ചതുരശ്ര അടിക്ക് 100 രൂപ വീതം ഫീസ് എടുക്കണമെന്ന ചട്ടഭേദഗതി ഹൈക്കോടതി റദ്ദാക്കി. ഈ ഭേദഗതി 2008 നെൽവയൽ തണ്ണീർത്തട നിയമത്തിനും ഭരണഘടനാ അവകാശത്തിനും വിരുദ്ധമാണെന്ന വിലയിരുത്തിയാണ് ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസിന്റെ ഉത്തരവ്. നിയമത്തിൽ 2018 ഓഗസ്റ്റ് 13 ഭേദഗതി വരുത്തിയ അധിക ഫീസ് ചുമത്തിയ സർക്കാർ നടപടിയാണ് ഒരു കൂട്ടം ഹർജിക്കാർ ചോദ്യം ചെയ്തത്. തണ്ണീർത്തട നിയമപ്രകാരം നിശ്ചിത ഫീസ് അടച്ചാണ് നെൽവയൽ നികത്തലിന് അനുമതി വാങ്ങിയിരുന്നത്. കെട്ടിട നിർമ്മാണ സമയത്ത് വീണ്ടും ഫീസ് ഈടാക്കുന്നത് നിയമപരമല്ല എന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. എന്നാൽ നികത്തുന്ന ഭൂമിയിൽ വൻകിട നിർമ്മാണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതാകാതിരിക്കാനാണ് ഇത്തരമൊരു ചട്ടഭേദഗതി കൊണ്ടുവന്നതെന്നും ഇതിലൂടെ ലഭിക്കുന്ന തുക നെൽകർഷകരുടെ ആശ്വാസ ഫണ്ടിലാണ് നിക്ഷേപിക്കുന്നതെന്നും ആയിരുന്നു സർക്കാരിന്റെ വാദം. അതേസമയം ഇത്തരമൊരു ഭേദഗതിക്ക് 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം അനുമതി നൽകുന്നില്ല എന്ന് ഹർജിക്കാരുടെ വാദം കോടതി അംഗീകരിച്ചു. നിയമത്തെ മറികടക്കുന്ന ചട്ടം രൂപീകരിക്കാനാകില്ല. സെക്ഷൻ 27A പ്രകാരം ഒരിക്കൽ അനുമതി ലഭിച്ചാൽ പിന്നീട് ഇതിനുമേൽ മറ്റൊരു ഫീസ് ബാധകമാക്കില്ല. സ്വത്തവകാശം ഭരണഘടനാ അനുസൃതമാണ്. സ്വന്തം ഭൂമിയിൽ നിർമ്മാണത്തിന് ഉടമസ്ഥനും അവകാശമുണ്ട്. ഒരിക്കൽ തുക നൽകി അനുമതി വാങ്ങിയ സ്ഥലത്ത് നിർമ്മാണത്തിന് വീണ്ടും പ്രത്യേക ഫീസ് നൽകേണ്ടി വരുന്നുണ്ട് എങ്കിൽ ഭരണഘടനാവകാശത്തിന് വിരുദ്ധമാകും. പൗരന്മാരുടെ താൽപര്യം സംരക്ഷിക്കുന്ന വിധത്തിലാകണം നികുതിയും മറ്റും ഏർപ്പെടുത്തേണ്ടതെന്നും ഭരണഘടനയിൽ പറയുന്നുണ്ട്. നികുതി ചുമത്തുന്നത് സ്വേച്ഛാപരമാണ്. അതിന് നിയമപരമായി അനുവദനീയമല്ലാത്ത നികുതിയോ ഫീസോ സെസ്സോ ഈടാക്കുന്നതും ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വ്യക്തമാക്കി.